യുദ്ധം, വാർ എവിടെ നടന്നാലും തോറ്റുപോകുന്നത് മനുഷ്യരാശിയാണെന്ന് നമ്മൾ പണ്ടേ അറിയാം. പക്ഷെ നമ്മളെ അധികമൊന്നും ഇത് ബാധിച്ചിട്ടില്ല. പണ്ടെപ്പോഴോ ഗൾഫ് യുദ്ധം വന്നപ്പോൾ കുറേ മലയാളികൾക്ക് തിരിച്ചു വന്നു. അതല്ലാതെ വലുതായൊന്നും യുദ്ധങ്ങൾ കേരള സമൂഹത്തെ ബാധിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ വീണാലല്ലാതെ നമുക്കതിനെപ്പറ്റി വലിയ ആകുലതയുമില്ല. ചിലരൊക്കെ ചേരി തിരിഞ്ഞ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാകട്ടെ, കൊല്ലട്ടെ, മരിക്കട്ടെ, നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഇന്നലെ തൊട്ട് നിറമാകെ മാറുകയാണ്. പാചകവാതക ക്ഷാമം തുടങ്ങിയിരിക്കുന്നു. ഹോട്ടലുകൾ പതുക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഹോട്ടൽ പൂർണ്ണമായി അടയ്ക്കുന്നു. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ജോലി ആവശ്യങ്ങൾക്കായി, പല ആവശ്യങ്ങൾക്കായി, ചികിത്സകൾക്കായി, പഠനാവശ്യങ്ങൾക്കായി ഹോസ്റ്റലുകളിൽ, സിറ്റികളിൽ വന്ന് താമസിക്കുന്ന കുട്ടികൾ, മനുഷ്യർ. ഹോട്ടലുകൾ അടച്ചാൽ അവർ എന്ത് ചെയ്യും? റമദാൻ മാസത്തിൽ നോമ്പുള്ളപ്പോൾ മലപ്പുറം ജില്ലയിൽ അവിടെ ഇവിടെ ചില ഹോട്ടലുകൾ അടച്ചു എന്നത് തന്നെ എന്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാ ഹോട്ടലുകളും അടച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി വീടുകളിൽ, ഫ്ലാറ്റുകളിൽ പാചകവാതകം തീർന്നാൽ എങ്ങനെ തീയണിക്കും? പാചകവാതകം ലഭിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതെ, യുദ്ധം മിസൈലായി നമ്മുടെ വീട്ടുമുറ്റത്തും പതിച്ചിരിക്കുന്നു. ഫാദർലാൻഡായ ഇസ്രായേലൊന്നും ഒരു ഗ്യാസ് ഊറ്റിയും നമുക്ക് അയച്ചു തരില്ല. അനുഭവിക്കേണ്ടത് നമ്മളാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, യുദ്ധം മല്ലിടത്തും നടന്നാലും ലോകം മുഴുവൻ അതിൻ്റെ വ്യാപനത്തിൽ പെട്ടുപോകും. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കീറിപ്പറഞ്ഞ ഉടുപ്പിട്ട് മണ്ണ് വാരി തിന്നുന്ന കുറച്ച് ഫലസ്തീൻ കുട്ടികളെയും അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അതൊന്നും മാത്രമല്ല യുദ്ധം. തകർന്നടിഞ്ഞു പോകുന്ന സാമ്പത്തിക സ്ഥിതി, ഈ പറഞ്ഞ ഗ്യാസിന് തൊട്ട് ഭക്ഷണ സാധനത്തിന് തൊട്ട് എല്ലാത്തിനും വില കൂടുന്ന അവസ്ഥ. ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമുക്കും അനുഭവിക്കാമല്ലേ യുദ്ധക്കെടുതികൾ.